സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ആലപ്പുഴ ചേർത്തലയിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. വെള്ളത്തിൽ കിടന്ന് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. അതോടെയാണ് നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് കടന്നത്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണ് വീടുകൾ വെള്ളത്തിലാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, മലിനജലമാണ്. ഈ ജലമാണോ വീടുകളിലേക്ക് കയറുന്നത്? എത്ര വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്? ചേർത്തലയിൽ ഈ പ്രശ്നം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഏറെ നാളുകളായി ഈ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. അത് ഹൈവേ നിർമ്മാണം തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷേ അത് അതിരൂക്ഷമായി ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയത് ഈ കാലവർഷം തുടങ്ങിയ ശേഷമാണ്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ തോട്ടിലൂടെ ഒഴുകി പോകേണ്ട വെള്ളമാണ്. പക്ഷേ ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ഈ തോടിന്റെ ഒഴുക്ക് നിലയ്ക്കുന്ന രീതിയിൽ നമുക്ക് ആ ഭാഗത്ത് കാണാവുന്നത് പോലെ വളരെ ചെറിയ രണ്ട് കുഴലുകൾ വെച്ച് അതിലാണ് വെള്ളം കൂടി തോട് കരകവിഞ്ഞൊഴുകി വീടുകളിലേക്ക് വെള്ളം പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് മലിനജലമാണ്. ഒപ്പം ഈ ചേർത്തല നഗരത്തിലെ സകല മാലിന്യങ്ങളും കയറി വീടുകളിലേക്ക് എത്തുന്നു. ശുചിമുറി മാലിന്യമടക്കം വീടുകളിൽ കയറി ഇറങ്ങിപ്പോകുന്ന ഗതികേടിലാണ് നാട്ടുകാരുള്ളത്. അവർക്ക് ഭക്ഷണം കഴിക്കാനോ വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാനോ കഴിയാത്തൊരു അവസ്ഥ, ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അമ്മ, എന്താണ് വീട്ടിലെ അവസ്ഥ? വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് റോഡിലേക്ക് പോലും ഇറങ്ങാൻ പറ്റണില്ല. ഞങ്ങളുടെ എല്ലാവരും റോഡ് സൈഡ് മൊത്തം വെള്ളം നിറഞ്ഞ് വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ അത്ര ഗുരുതരം. ഇതുവരെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അധികാരത്തിൽ ഇരിക്കുന്നവരോ ആരും തന്നെ അവിടെ വന്നിട്ടുമില്ല, നോക്കിയിട്ടുമില്ല. ഇന്ന് എത്ര നാളായി വീട്ടിൽ വെള്ളം കയറിയിട്ട്? ഇപ്പം ഈ ഒരാഴ്ചയിലെ മഴ കൊണ്ടാണ് ഇത്രയും. ഞാനിവിടെ 34 വർഷമായി താമസിക്കുന്നത്. ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു സംഭവം. പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പലവട്ടം ഇത് ചെയ്തു ക്യാമ്പിൽ കൊണ്ടിടും. ഇവർക്ക് എല്ലാ വർഷവും പട്ടീനെ ക്യാമ്പിൽ കൊണ്ടിടുന്ന പോലെ ഇടലല്ലേ. മലിനജലമല്ലേ വീട്ടിലൂടെ കയറി ഒഴുകിപ്പോകുന്നു? പിന്നല്ലാതെ ചില ആൾക്കാരൊക്കെ കക്കൂസ പൊട്ടി ഒക്കെ ഒഴുകുന്ന വെള്ളമല്ലേ, അതൊക്കെയാണ് നമ്മുടെ മുറ്റത്തൂടെ ഒഴുകുന്നത്. അനുജ, എന്തായാലും ഇതാണ് ഇവരുടെ ഏകദേശം 200-ലധികം വീടുകളിലെ അവസ്ഥ ഇതാണ്. നിലവിൽ ഇപ്പോൾ ഈ ഒഴുകുന്ന വെള്ളവും മലിനജലം തന്നെയാണ്. ഇതിനേക്കാൾ മലിനമായ ജലമാണ് വീടുകളിലൂടെ ഒഴുകി പോകുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായി ഇവർ ഈ വെള്ളത്തിൽ തന്നെ തുടരുകയാണ്. ഇതുവരെ പോലീസോ ജനപ്രതിനിധികളോ ഒന്നും ഈ വിഷയത്തിൽ ഇടപെടാൻ എത്തിയിട്ടില്ല. ഇവരുടെ പ്രശ്നം പരിഹരിക്കാം എന്നൊരു വാക്കുപോലും ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ BJPയുടെ നേതാക്കളടക്കം ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നിൽക്കുന്ന അദ്ദേഹം മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ വാർഡിലാണ്, ഡിവിഷനിലാണ് ഈ ഗുരുതര പ്രശ്നം. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കേണ്ട ആളുകൾ ഇവിടേക്ക് എത്തുന്നില്ല. MLA എത്തുന്നില്ല. ചേർത്തല MLA P. പ്രസാദിന്റെ ശ്രദ്ധയിൽ ഈ പ്രശ്നം ഇവർ നേരത്തെ പെടുത്തിയതാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടില്ല എന്നൊരു പരാതി ഇവർ പറയുന്നുണ്ട്. MLAയോ MPയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ജനപ്രതിനിധികളോ ഒരുപക്ഷെ പ്രതിഷേധം നിയന്ത്രിക്കാനുള്ള പോലീസ് പോലും എത്തിയിട്ടില്ല. ചേർത്തല പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രം ദൂരെയാണ്. ഒരു പോലീസുകാരൻ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇവരുമായി സംസാരിക്കാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ ഒരു 1-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ള നിരാശ ഇവർക്ക് ബാക്കിയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയാൽ, ചേട്ടാ പ്രതിഷേധം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഇവിടെ തന്നെ തുടരാണ്. എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ആരും വിളിച്ചിട്ടില്ല? ഇല്ല, വേറെ ആരും വിളിച്ചു. സനുജ, അതാണ് വേണ്ടപ്പെട്ട ആരും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതിയും ആക്ഷേപവും ഒക്കെ ഇവർ ഉന്നയിക്കുന്നു. ആരെങ്കിലും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാവുന്ന ഉറപ്പ് നൽകുന്നതുവരെ ഈ മലിനജലത്തിൽ തന്നെ പ്രതിഷേധം തുടരാനാണ് സാധാരണക്കാരായ നാട്ടുകാരുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.